വിഭജിക അതുല്യ. അതിന് പിന്നാലെയാണ് ഇന്നലെ നമ്മൾ കേട്ട മറ്റൊരു വാർത്ത. റീമ എന്ന യുവതി കുഞ്ഞുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അതും കുഞ്ഞിനെ സ്വന്തം ശരീരത്തോട് കെട്ടിവെച്ചുകൊണ്ടാണ് ആ അതിസാഹസം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തിലേക്ക് റീമ പോയത്. കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ടിലാണ് കുഞ്ഞുമായി അമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. ഇതിലിപ്പോൾ റിമയുടെ കുടുംബം പരാതിയുമായി രംഗത്ത് വരികയാണ്. റിമയുടെ ഭർത്താവിന്റെ ഭീഷണിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രധാന ആരോപണം. കുഞ്ഞിനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയുമാണ്. റിമയുടെ സഹോദരി ഭർത്താവായ ഷിനോജ് നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ഷിനോജിൻ്റെ പ്രതികരണം ഫെലിക്സിനോട് നടത്തുന്നത് ഞങ്ങൾ കണ്ടതാണ്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം? നാട്ടിലെത്തിയിട്ടും രണ്ടിടങ്ങളിലാണ് താമസിച്ചിരുന്നത്. കുട്ടിയെ വിട്ടുകിട്ടാൻ വേണ്ടി ഭർത്താവ് ശ്രമിക്കുന്നു. അതിലുള്ള ഒരു ഭയമൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. എന്തായിരുന്നു, എത്ര കാലമായി ഇവർ തമ്മിൽ ഈ ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ട്? 2016 കല്യാണം കഴിഞ്ഞ് ആ ഒരു കുറച്ച് സമയം ഇവൻ്റെ വീട്ടുകാർ നല്ല രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇവൻ്റെ അമ്മ നിരന്തരം ഒരു സെൽഫിഷ് മൈൻഡിൽ എപ്പോഴും ഇവളെ സ്നേഹിക്കുന്നതിനും എല്ലാത്തിനും ഒരു വിലക്ക് ഏർപ്പെടുത്തിയ രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇത് സഹിക്കാൻ പറ്റാതെ നമ്മളിവിടെ വന്നിട്ടാണ് താമസിച്ചിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ 2024 മാർച്ചിൽ നമ്മൾ ഒരു ഗാർഹിക പീഡനത്തിനൊരു പരാതി കണ്ണൂർ സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ആയതുകൊണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിൽ വന്നത്. ആ നാട്ടിൽ വന്ന് ആ സമയത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വരികയും അതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്നില്ല രീതിയിൽ. അപ്പോൾ ഇവിടെ അറിയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ ഞാനും വരാം, നമുക്ക് ഒന്നിച്ച് താമസിക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ അതിനൊന്നും അവൻ കൂട്ടാക്കിയില്ല. അവൻ്റെ അമ്മയുടെ വാശി എന്ന രീതിയിൽ കുഞ്ഞിനെ മാത്രം എടുത്തിട്ട് വരണമെന്നില്ല പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം വ്യാഴാഴ്ച വന്ന് കുഞ്ഞിനെ കൂട്ടി പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവിടെ കൊണ്ടാക്കിയിരുന്നു. അപ്പോൾ റീമിയും കാർ കയറിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടാക്കി. പിന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ട്, കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ എന്തായാലും പോവും. അത് ഇവള് പറഞ്ഞു. അന്നേരം പറയുമ്പോൾ പറഞ്ഞത് ഞാൻ എന്നാൽ സ്റ്റേഷനിലേക്ക് വരാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ആ സ്റ്റേഷനും ഇതൊന്നും എനിക്ക് നോക്കണ്ട, ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തായാലും എടുത്തിട്ട് പോവും, ബലം പ്രയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഞാൻ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് വ്യക്തമായിട്ടിൻ്റെ അതിൻ്റെ കോൾ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ വാട്സപ്പിൽ അവൾ മെസ്സേജ് അതുണ്ട്, പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലെ കാരണങ്ങളും. നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ വീട്ടിൽ കടന്നു വന്ന് കുട്ടിയെ ബലമായി എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പോലീസിലായിട്ട് പരാതിയോ മറ്റോ നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ലായിരുന്നു റിമയ്ക്ക്? അതെ, അവൻ ഞായറാഴ്ച വന്നിട്ട് എടുക്കുന്ന, അതായത് ഇന്നലെ. അപ്പോൾ ആ സമയത്ത് നമ്മളും എല്ലാവരും ഇടപെട്ട് ഇതാക്കാം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ അറിയിച്ചതുമില്ല. എന്നെ വ്യാഴാഴ്ച വിളിച്ചിട്ട് ഇങ്ങനെ അവൻ വരുന്നുണ്ട്, കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകാൻ വരുന്നുണ്ട്, വരണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ഒരു ദിവസം വന്നിട്ട് കണ്ടിട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു. പിന്നെ ഞായറാഴ്ച നമുക്കതിലൊരു തീരുമാനം ആക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ആ സമയത്ത് അതിന് ശേഷം ഇവൻ്റെ നിരന്തരം കോളുകൾ, ഭീഷണി കോളുകൾ വന്നതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞില്ല. ഇപ്പോഴാണ് നമ്മളത് അറിയുന്നത്. ഷിനോജി, വിദേശത്തായിരുന്നപ്പോഴും ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങളായിരുന്നു. അപ്പം അമ്മയാണ് പ്രശ്നമെങ്കിൽ അമ്മയിൽ നിന്ന് മാറി വിദേശത്ത് നിൽക്കുമ്പോഴേക്കും കുറച്ച് ചിലപ്പോൾ ആളുകൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയേണ്ടതാണ്. അതും കഴിഞ്ഞില്ല. എന്തായിരുന്നു, സ്ത്രീധനം എന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നു? എന്തിൻ്റെ പേരിലാണ് ഇയാളുടെ അമ്മ റിമയെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിരുന്നതെന്ന് അറിയുന്നു? സ്ത്രീധനത്തിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ഇവനുമായിട്ട് കൂടുതൽ അടുക്കുന്നതും അങ്ങനത്തെ ഒന്നും അവർക്ക് ഒരു ഇഷ്ടമല്ലാത്ത ഒരു മൈൻഡിലാണ് എപ്പോഴും നിരന്തരം. എപ്പോഴും ഇവിടെ ഒരു ആഴ്ചയിലധികം അവൻ്റെ അടുത്ത് നിന്നാൽ തന്നെ എന്താ എനിക്ക് എൻ്റെ വീട്ടിൽ പോയിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കാറ്. എപ്പോഴും ആ രീതിയിലുള്ള ഉപദ്രവമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവർ ഒന്നിനും പ്രസവിച്ച സമയത്തൊന്നും അവർ ആ ഭാഗത്തേക്ക് വന്നതുമില്ല. അതിന് കുഞ്ഞും കൂടെ ആയതിനു ശേഷം കൂടുതൽ ഇവളോട് വെറുപ്പ് പോലെ കാണിച്ച് ഇവരൊന്നിച്ച് ജീവിക്കുന്നതൊന്നും ഇതിൽ ആ അമ്മ പറയുന്നത് പോലെ തന്നെ ഇവൻ അതുപോലെ ഇവളോടും ഉപദ്രവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ റിമയുടെയൊക്കെ മരണശേഷം ഈ ഭർത്താവ് സ്ഥലത്തെത്തുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ പോലീസ് ഇയാളെ കണ്ട് വിവരങ്ങൾ തേടുകയോ ചെയ്തിരുന്നോ ഷിനോജ്? ഇല്ല, അവൻ ഇങ്ങോട്ട് വന്നില്ല. ചാനലുകാർ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ചെയ്തെന്ന് അറിഞ്ഞത്. ഇപ്പോൾ അവർ അതൊന്നും അവിടെ ഇല്ലയെന്നാണ് അറിയാൻ പറ്റിയത്. കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഷിനോജ്. എങ്ങനെയാണ് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചു പോവുകയായിരുന്നോ? എങ്ങനെയാണ് ഇത്രയധികം മാനസിക സമ്മർദ്ദമുള്ള സമയത്ത് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കായത്?
രാത്രി 1 മണിക്കാണ് പോയത്. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയം കൊണ്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ പെരുമാറിയതുമില്ല. ഇവർ എന്തിനും സഹിക്കാൻ പറ്റുന്ന സഹിച്ച് നിൽക്കുന്ന ബോൾഡായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ അത്ര അങ്ങേയറ്റം അവസ്ഥ വന്നപ്പോഴാണ് ഇത് ചെയ്തത്. കാരണം അത്രയും ഭീഷണി ശബ്ദ സന്ദേശത്തിലൊക്കെ ഉണ്ട്, കോൾ റെക്കോർഡിങ്ങിലൊക്കെ അത് ഉണ്ട്. അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു തരത്തിലും ഇവളുമായിട്ട് സഹകരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഭീഷണി. കുഞ്ഞിനെ ഞാൻ എന്തായാലും കൊണ്ടുപോയിരിക്കുന്നില്ല രീതിയിലാണ്. അത് എത്ര ബലപ്രയോഗം നടത്തിയാലും അത് നമ്മളിപ്പോഴാണ് അറിയുന്നത് അത്തരം സംസാരങ്ങൾ. ഡിവോഴ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? അതോ പരമാവധി റിമ ഇങ്ങനെ ഇപ്പോൾ ഈ പലരെയും നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ സഹിച്ച് നിൽക്കുകയായിരുന്നു? ഇയാളുടെ ഈ ഭീഷണിയും ഒക്കെ കുഞ്ഞിനെ കൊണ്ടുപോകും എന്നൊരു ഒരു ആഘാതം വന്നപ്പോഴായിരിക്കും ഒരുപക്ഷെ അവർ ഈ ഒരു വലിയ സാഹസത്തിലേക്ക് പോയത്. അപ്പോൾ എന്തു വന്നാലും സഹിച്ചു നിൽക്കുക എന്നതായിരുന്നു റിമ ഇത്രയും കാലം ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത്? അതെ, ഡിവേഴ്സിൻ്റെ മ്യൂച്വൽ ഡിവേഴ്സിലേക്ക് പോകാമെന്നുള്ള ഇതിലും അവൾ മാക്സിമം അതിന് പിന്നോട്ട് നിന്നത് വെച്ചാൽ ഇവനെ നല്ല രീതിയിൽ സ്നേഹിച്ച് ഒന്നിച്ച് പോകാമെന്നുള്ള ഒറ്റ മൈൻഡിലായിരുന്നു. കാരണം കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും നമുക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നില്ലേ, അമ്മേരെ ഇത് കേട്ടിട്ട് നീ നിൽക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരി ഷിനോജ്, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും തെളിവുകൾ അടക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.